പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഒരു വിശ്വസ്ത പുത്രനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും എൻ്റെ മരണം വരെയും എൻ്റെ തലയിൽ കൈവച്ച പരിശുദ്ധ പാത്രിക്കീസ് ബാവായോടും ആ പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ പിൻഗാമികളോടും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന ഏത് പാത്രിക്കീസ് ബാവയാണെങ്കിലും ആ സിംഹാസനത്തോട് എന്നും വിധേയത്വവും കൂറും ഭക്തിയും ആദരവും എൻ്റെ മരണം വരെയും കാണും. സംശയമില്ലാത്ത കാര്യമാണ്. അതിലെത്രമാത്രം പ്രതിസന്ധികൾ ഉടലെടുത്താലും അതിനൊന്നും ഭയപ്പെട്ടു പോകാതെ, പതറിപ്പോകാതെ, ചഞ്ചലഹൃത്തനായി പോകാതെ ഞാൻ എന്നും ആ പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് അതിൻ്റെ കീഴിൽ എന്നും അടിയുറച്ചു നിൽക്കും. ഈ പ്രാവശ്യം പരിശുദ്ധ പാത്രിക്കീസ് ബാവ വന്നതിന് മുമ്പിലത്തെ പ്രാവശ്യം മഞ്ഞിനിക്കര ദയറായിൽ വെച്ച് പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ പറഞ്ഞു, എൻ്റെ കൂടെ ഒരാളെ ഉള്ളെങ്കിലും ഞാൻ അവരോടൊപ്പമുണ്ട്. ബാവയുടെ കണ്ണു നിറഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ കണ്ണു നിറഞ്ഞു. ഞങ്ങളുടെ അപ്പനാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ. നമ്മുടെ എല്ലാവരുടെയും പരമാധ്യക്ഷനും പരിശുദ്ധ പിതാവുമാണ്. ആ കൈക്കീഴിലാണ് നമ്മളെന്നും സുരക്ഷിതർ. അത് മറന്നു പോകരുത്. ആ സിംഹാസനത്തോട് വിധേയപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്കറിയാം എത്രയോ പള്ളികളാണ് യാക്കോബായ സഭയുടെ നഷ്ടപ്പെട്ടത്. ഒരാൾ പോലും ആ വിശ്വാസം വിട്ട് വ്യതിചലിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ശ്രേഷ്ഠത. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ശ്ലൈഹിക പിന്തുടർച്ചയാണ് നമുക്കുള്ളത്. ആ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിനാണ് ദൈവത്തിൻ്റെ വികാരിയായിട്ട് പരിശുദ്ധ പാത്രിക്കീസ് ബാവമാർ ആരൂഢരായിരിക്കുന്നത്. ആ സിംഹാസനത്തിൽ എന്നും ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം അത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ പള്ളികൾ നഷ്ടപ്പെട്ടെന്ന് വരാം, നമ്മളിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രമാടം പള്ളി നമുക്ക് തിരികെ കിട്ടിയത്. അതുകൊണ്ട് നീതി സംസ്ഥാപിക്കപ്പെടണമെങ്കിൽ 1-2 വർഷങ്ങൾ കൊണ്ടായിരിക്കില്ല, ഇപ്പോൾ 100 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവം സകല ന്യായാധിപന്മാരുടെയും മുകളിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് ആ ദൈവത്തിങ്കിലേക്ക് നോക്കി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയട്ടെ. എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ കീഴിൽ ബാവായെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലെ അഭിനന്ദനായ ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൽപ്പനയുണ്ടായിരുന്നു. ബാവ ഇപ്പോൾ ICUയിലാണെന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഇടവക ഒറ്റക്കെട്ടായിട്ട് പോകും. ദൈവകുമാർ